എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെ കൊടുത്തിട്ടുള്ള ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. പരസ്പരമുള്ള ലൈംഗിക സുഖം വർദ്ധിപ്പിക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ നിങ്ങൾക്കായിതാ ഈ 7 മാർഗങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. സെക്സിലൂടെ രതിമൂർച്ചയിലെത്താൻ കഴിയാതെ വരാറുണ്ടോ? അതോ സുഖം ലഭിക്കുന്നത് കുറവാണ് എന്ന് തോന്നാറുണ്ടോ? എങ്കിൽ സെക്സിലൂടെ പരമാവധി സുഖം ലഭിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അതിൽ ഒന്ന്, സൗകര്യപ്രദമായ പൊസിഷൻ സ്വീകരിക്കുക. സെക്സിൽ പരീക്ഷണങ്ങളാകാമെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്രദമായ സെക്സ് പൊസിഷൻ സ്വീകരിക്കുന്നതാണ് ഉത്തമം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷൻ പങ്കാളിക്ക് ഇഷ്ടമാകണമെന്നില്ല. അക്കാര്യം പരസ്പരം തുറന്ന് സംസാരിക്കുക. ചില പ്രത്യേക പൊസിഷനുകളിൽ ശരീരം കൂടുതൽ ഉത്തേജിതമാകും. അവ കണ്ടെത്തുക. അത് പരമാവധി സുഖാനുഭൂതി കണ്ടെത്താൻ സഹായിക്കും. 2. വൈബ്രേറ്റർ ഉപയോഗിക്കുക. സെക്സ് മെഷീനുകൾ ഒന്നായ വൈബ്രേറ്റർ ഉപയോഗിക്കാൻ വിമുഖത കാട്ടേണ്ടതില്ല. പതിവിൽ കവിഞ്ഞ് സുഖം പകരാൻ അവയ്ക്ക് കഴിവുണ്ട്. എന്നാൽ തൻ്റെ ഇണയെ മറന്ന് ഇത്തരം സെക്സ് മെഷീനുകളെ ആശ്രയിക്കുന്നത് നല്ലതല്ല. 3. സെക്സ് ഭാവനാസമ്പന്നമാക്കുക. സെക്സിൽ ഇന്നത് പാടില്ല, അങ്ങനെയൊന്നുമില്ല. ശരീരം പരസ്പരം പരമാവധി ആസ്വദിക്കുക. സെക്സ് ഫാൻറ്റസീസ് അഥവാ രതികൽപ്പനകൾ നടത്തുക. പരസ്പരം ജാള്യതയില്ലാതെ സെക്സിലേർപ്പെടുക. നിങ്ങൾ പരസ്പരം സ്വന്തമാണെന്ന് ഓർക്കുക. 4. സെക്സിൽ ലയിക്കുക. സെക്സിലേർപ്പെടുമ്പോൾ മറ്റ് പ്രവൃത്തികളിൽ ഏർപ്പെടാതെ അതിൽ പൂർണ്ണമായി ലയിക്കുക. അതിനിടയിൽ മെസ്സേജുകൾ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നിങ്ങളുടെയും പങ്കാളിയുടെയും ആസ്വാദനത്തെ തടസ്സപ്പെടുത്തുന്നതായിരിക്കും. 5. രതിമൂർച്ചയിലേക്ക് കുതിക്കാതിരിക്കുക. രതിമൂർച്ച മാത്രം മുന്നിൽ കണ്ട് സെക്സിൽ ഏർപ്പെടാതിരിക്കുക. രതിമൂർച്ച പോലെ തന്നെ പൂർവ്വലീലകളും കെട്ടിപ്പുണരലും പരസ്പരം ശരീരഗന്ധം ആസ്വദിക്കുകയും എല്ലാം പ്രധാനമാണ്. ആരോ പറഞ്ഞതുപോലെ സെക്സ് ഒരു യാത്രയാണ്, അല്ലാതെ ഒരു ലക്ഷ്യമല്ല. ആ യാത്ര ആസ്വദിക്കുക. 6. പോൺ വീഡിയോകൾ കാണുന്നത്. പോൺ വീഡിയോകൾ കാണുന്നത് വല്ലപ്പോഴുമാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും തൻ്റെ പങ്കാളിയെ മറന്ന് പോൺ വീഡിയോക്ക് എഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. 7. പരസ്പരം തുറന്ന് സംസാരിക്കുക. സെക്സിലെ നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുക. നിങ്ങൾ എവിടെയെല്ലാം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിവ മുതലായവ. കൂടാതെ സെക്സ് ചെയ്യുന്നതിനിടയിൽ മൂളാനും ഞെരങ്ങാനും മറ്റും തോന്നുന്നുണ്ടെങ്കിൽ സ്വയം തടയാതിരിക്കുക. നിങ്ങളുടെ പങ്കാളിയല്ലാതെ ഇതെല്ലാം മറ്റാര് കേൾക്കാനാണെന്നുള്ള ചിന്ത നിങ്ങളിൽ വരുത്തുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈംഗിക സുഖം പരസ്പരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.